നമ്മൾ ദൈവാനുഭവങ്ങളെ അല്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ആ മേഖലകളെ വിലയിരുത്തുന്നതിലും പറ്റിപ്പോകുന്ന മറ്റൊരു പാളിച്ച കൂടെ ധ്യാനിക്കാമെന്ന് കരുതുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ ഇടപെടലായി കരുതുന്നത് ഏതോ ദുരന്തത്തിൻ്റെ തുമ്പിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ദുരന്തങ്ങൾ മൂലം ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതുന്നതാണ്. പക്ഷേ മറുഭാഗത്ത് വേറൊന്നുണ്ട്. ദുരന്തങ്ങളുടെ തുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട നമുക്ക് അനുഭവങ്ങളില്ല, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് ഇടപെടലില്ലാത്തവരായി ജീവിക്കുകയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, എന്താണ് ദൈവസ്നേഹാനുഭവം? അപകടങ്ങളുടെ വിളിമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് മാത്രമല്ല, കാലങ്ങളായി നമ്മുടെ ജീവിതം ഇങ്ങനെ സഞ്ചരിക്കുന്നത് വലിയ ദൈവസ്നേഹം ആയിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. ദേശാടന കിളികൾ കടലിന് കുറുകെ പറന്നു പോകുന്നു. ആർക്കും അതൊരു ദൈവകൃപയായിട്ട് തോന്നുന്നില്ല, ദൈവം നൽകുന്ന കഴിവായിട്ട് തോന്നുന്നില്ല, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല. നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു പക്ഷി ചിറകൊടിഞ്ഞൊരു കുഴിയിൽ വീഴണം, എന്നിട്ട് എല്ലാവരും പറയണം ഈ പക്ഷി ഇനി പറക്കില്ല, ഈ പക്ഷി ഇനി പറക്കില്ല, അതിൻ്റെ ചിറകൊടിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ കുറേ പേർ പറഞ്ഞു കഴിയുമ്പോൾ ഒടിഞ്ഞ ചിറകുമായിട്ടൊരു പക്ഷി പറക്കുന്നു. നമ്മൾ പറയുന്നു അത്ഭുതം. ആയിക്കോട്ടെ, ഒടിഞ്ഞ ചിറകുമായൊരു പക്ഷി പറക്കുന്ന ഒരു അത്ഭുതമായിക്കോട്ടെ. പക്ഷേ ഒരിക്കലും ചിറകൊടിയാതെ, ചിറക് കുഴയാതെ, ഒരു കുഴിയിലും തളർന്നു വീഴാതെ, ഒരു കടൽ മുറിച്ച് പോലും കടന്ന് പറന്നുപോയ ദേശാടന കിളികളെക്കുറിച്ച് നമ്മൾ ഓർക്കാത്തതെന്ത്? അത് അത്ഭുതമെന്ന് കാണാത്തതെന്ത്? യാത്ര പോയപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ട് മുന്നിൽ വലിയൊരു വാഹനം വന്ന് ഇടിക്കണമെന്ന് തോന്നി, പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു. അത് വലിയ അത്ഭുതമാണ് എന്ന് കരുതുന്ന നമ്മൾ വർഷങ്ങളോളം സൗകര്യപൂർവ്വം അപകടങ്ങൾ കൂടാതെ യാത്ര ചെയ്ത് വീട്ടിലെത്തിയിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടില്ലെന്ന് കരുതുന്നതെന്ത്? ഇത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. നമ്മൾ കരുതുന്നു ദൈവം ഏതോ അപകടങ്ങളുടെ നേരത്ത് മാത്രം ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെ സംഭവിച്ചപ്പോൾ ദൈവം ഇടപെട്ടു, അത്ഭുതം. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണെന്ന് കരുതുന്ന അന്ധതയിൽ നിന്നാണതുണ്ടായത്. വീഴാതെയുള്ള യാത്രകളെ ദൈവസ്നേഹമായി കാണണം. വീഴ്ചയുടെ തുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമല്ല, എല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഞാൻ ഇന്നോളം നടത്തിയ യാത്ര, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാടുണ്ടെങ്കിലും ഇന്നും ഞാനിങ്ങനെ ജീവിക്കുന്നു. ഞാൻ ഭക്ഷിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ ശ്വസിക്കുന്നു. ഇപ്പോഴും എനിക്കുണ്ട് മനുഷ്യർ, എനിക്കുണ്ട് സൗഹൃദങ്ങൾ, എനിക്കുണ്ടൊരു പ്രകൃതി, എനിക്കുണ്ടൊരു പ്രപഞ്ചം. ഞാൻ ഇന്നും ഉണരുന്നു, ഇന്നും ജീവിക്കുന്നു. ഈ സ്നേഹത്തിലാണ് ഉറങ്ങുന്നതും ഉണരുന്നതും. ഇടയ്ക്കുള്ള ഇടവേളകളിലെ ദൈവത്തെ കണ്ടുപിടിക്കാനിരിക്കരുത്. ഇടവേളകളില്ലാതെ നമ്മുടെ ജീവിതത്തിലൂടെ തുടരുന്ന ദൈവസ്നേഹം നമ്മൾ തിരിച്ചറിയണം. നന്ദി.